അസ്സലാമു അലൈക്കും. റബ്ബറിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, മുട്ടത്തലയായി. ഈ വെയിലത്രയും കൊണ്ട് മണി 2 നാട്ടിൽ. പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് എല്ലാ വിളയും വെട്ടി. ഇതാണ് വിളയുടെ അവസ്ഥ. താഴ്ന്ന് പാലെടുത്തുകൊണ്ടാണ് മേളിലോട്ട് പോകണം. കാരണം മേളിലാണ് മിഷ്യൻ വര. കണ്ടോ അവിടെ? ഈ വള്ളിയുടെ ഇടയിലൊന്നും കാല് കുരുങ്ങാതെ സൂക്ഷിച്ച് പോകണം. ഒരേ തൊട്ടി അവിടെ ഇട്ടിട്ട് പോവാം. എന്നാലേ നാളെ എടുക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ മേല് പോയി ഷെഡിൽ നിന്ന് എടുക്കണം. അത് കഠിനം. വെയിൽ തലയൊക്കെ കറങ്ങും പോലെ. പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാനാണെന്ന് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ചെവ. പിന്നെ കുട്ടികളെ ഒരുക്കി അപ്പുറത്തിരുത്തി ഇറങ്ങിയതാ. നീങ്ങുന്നില്ല. കാറ്റായാൽ പാലെടുത്ത് നീങ്ങൂല. എന്താ അവസ്ഥ അല്ലേ? പിന്നെ RCMൻ്റെ സാധനത്തിനെ കുറിച്ചിട്ട് പറയാനും കൂടെയാണ് വന്നത്. RCM പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. നമ്മൾ എന്തായാലും അടുക്കളയിൽ സാധനങ്ങൾ മേടിക്കും. പിന്നെ ബെഡ്ഷീറ്റ് ആർക്കെങ്കിലും നല്ലത് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് RCM. പേസ്റ്റ് ആയാലും ഉപ്പായാലും 2 തരത്തിലെ പേസ്റ്റുകളുണ്ട്. കുട്ടികൾക്കും ഉപയോഗിക്കാം, വലിയവർക്കും ഉപയോഗിക്കാം. ചുവന്ന പേസ്റ്റിലാണെങ്കിൽ കുറച്ച് എരിവും കൂടെ ഉണ്ട്, ഗ്രാമ്പൂവിൻ്റെ പോലത്തെ. പിന്നെ അതിനകത്ത് ഗോതമ്പൂവുണ്ട്. പക്ഷേ അതിൽ ചോറ് വയ്ക്കുന്ന അരിയില്ല, ബിരിയാണി അരിയുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നിന്നൊരു ഏണിങ്സ് കൂടെ കിട്ടിയാൽ എനിക്ക് കുട്ടികളെ കാര്യത്തിനൊക്കെ ഇതാവും. കാരണം വെട്ട് നിർത്താറായി. RCMൻ്റെ ബെഡ്ഷീറ്റിന് വേണമെന്നുള്ളവർ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റോ എന്ത് സാധനം വേണമെങ്കിലും എൻ്റെ വാട്സപ്പിൽ, ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പുണ്ട്. ഞാൻ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഇറക്കി തരാം. അതിനകത്ത് ഇട്ടേക്കണം MRP റേറ്റിനല്ല. കാരണം എനിക്ക് കിട്ടുന്ന അതേ പ്രൈസിന് നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. എന്നെ ഒന്ന് ബെഡ്ഷീറ്റാ എന്തെങ്കിലും സാധനം മേടിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും. മക്കളെ വളർത്തി ഒരു പ്രാപ്തി എത്തിക്കണ്ടേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെയൊക്കെ ആകുമ്പോൾ അവരെ വിദ്യാഭ്യാസവും കാര്യമൊക്കെ തുടങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു പ്രാപ്തി ആവുമല്ലേ. ഇപ്പോഴേ ഒരു കഷ്ടപ്പാടിൽ ഇറങ്ങിയ മാസം ഒരു 5 രൂപയുടെ സാധനം മേടിച്ചാൽ അൽഹംദുലില്ലാ റാഹത്തായി. എല്ലാ മാസവും 6-ാമത്തെ മാസം 1 മാസത്തെ സാധനം എത്രയോ എന്തൊക്കെയോ ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് വിട്ട് തന്നാൽ ഞാൻ എന്തായാലും അത് ബെഡ്ഷീറ്റ് അയച്ചു തരാം. അതിൻ്റെ ഒരു ചാർജും കൂടെ കാണും. കാരണം അയക്കണ ചാർജില്ലേ അത്. ബെഡ്ഷീറ്റൊക്കെ നല്ല സൂപ്പറാണ്. എൻ്റെ റൂമിൽ കിടക്കുന്ന 2 ബെഡ്ഷീറ്റും ഞാനൊരു ഷോർട്ട്സ് ഇട്ട് കാണിച്ചു തരാം വൈകിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഈ പാലെടുപ്പ് ഇപ്പം നിൽക്കും ഏകദേശം. കാരണം കാറ്റ് കൂടി ഇല മൊത്തം എന്താ പോയി. ഈ മരത്തിനൊക്കെ പിന്നും ഇലയുണ്ടാ തോന്നുന്നു. ഇതൊക്കെ മുറിക്കാനിട്ടേക്കണ മരമാണ്. പിന്നെ വാടക വീട് പോലെയല്ല, ഇത് അതീന്ന് നടത്തിയുണ്ട്. കാലിൽ മൊത്തം ഈ മുള്ളൊക്കെ കൊള്ളുന്നതുകൊണ്ട് കുളിക്കാൻ നേരം നല്ല ഇതാണ്. പിന്നെ അതുമാത്രമല്ല, ചൂടാകുമ്പോൾ കാല് വെടിച്ച് അതെന്നുവെച്ചാൽ പൊട്ടി കയറൂലേ അത്. വെള്ളമൊക്കെ ആസിഡൊക്കെ കാലിൽ വീഴുമ്പോൾ ഉച്ചിയിലടിക്കും. എന്നാലും കുഴപ്പമില്ല, മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. അപ്പം നിങ്ങളെന്താണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിർബന്ധിച്ച് ആരെയും പറയല്ല കേട്ടോ. പിന്നെ പുതിയ ഐഡിയ എടുക്കണമെന്നെങ്കിൽ ഒരു കാര്യമുണ്ട്, ബാങ്ക് പാസ്ബുക്കിൻ്റെതും. കാരണം നിങ്ങൾക്കും ഈ ഒരു ഐഡിയ എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് എടുക്കാം സാധനങ്ങൾ. RCM ഷോപ്പും എല്ലായിടത്തും ഉപ്പയുണ്ട്. പിന്നെ അത് RCM എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കണം. ജീരകമുണ്ട്, കടുകൊന്നുമില്ല. പിന്നെ പഞ്ചസാര അതിലില്ല. കാറ്റ് കണ്ട അതിൽ കടി നമ്മളെ വരെ കൊണ്ടുപോകും കാറ്റ്. അങ്ങനത്തെ കാറ്റാണ്. വിറവൊടിഞ്ഞ് തല വീഴോ എന്തോ. ഇനിയാണ് വിറവൊക്കെ ഒടിയുന്ന സമയം. ആൾക്കാരൊക്കെ വന്ന് ഇവിടെയൊക്കെ പറക്കും. പിന്നെന്താണ്, പടച്ചവൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടം വരെ എത്തി. അങ്ങനെയെന്നുണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്കും എൻ്റെ വാട്സപ്പിൽ പുതിയ ഐഡിയ എടുക്കണമെന്നുള്ളവർക്ക് അപ്പം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് സാധനം എടുക്കാം. നിങ്ങൾക്ക് എടുക്കണ അനുസരിച്ച് എനിക്ക് ഒരു പോയിൻ്റ് കുറച്ച് കൂടും. അതേ ഉള്ളൂ. വിറവൊക്കെ ഒടിഞ്ഞ് കിടക്കും. ബാങ്ക് പാസ്ബുക്കും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും പേജും എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി. നല്ല സാധനങ്ങളാണ്. രോഗമുക്തമായ ഇത്. അതിനകത്ത് ക്വാളിറ്റിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് അത് അടിച്ചിട്ട് RCM അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഹെൽത്തിൻ്റെത് ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ മുഷ്താഖ് മോനൊക്കെ ഈ ആക്ടിവിറ്റീസൊക്കെ കുറഞ്ഞിരുന്നപ്പോൾ ഞാൻ അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കിഡ്സ് അതൊക്കെ വലിയാപ്പാണ്. അന്ന് എനിക്ക് സാമ്പത്തികം ഇല്ല. വലിയാപ്പ ആണ് എനിക്ക് എടുത്തു തരുന്നത്.
ഇന്ന് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ നിത്യോപയോഗ സാധനങ്ങളും മേടിക്കാം, നൂഡിൽസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഈ ഇപ്പി അതുപോലെയുള്ളതൊന്നും കൊടുക്കാതെ. ഇതാകുമ്പോൾ ഗോതമ്പിൻ്റെയാണ്, പക്ഷേ മറ്റ് നൂഡിൽസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വേവുണ്ട്. വെള്ളം കുറച്ചും കൂടെ കൂട്ടി ഉപയോഗിക്കണം. ഇവിടെയൊക്കെ വറ്റി വരണ്ട്. ഇതൊക്കെ മഴ പെയ്യുമ്പോൾ നല്ല ഊറ്റുള്ള പ്രദേശങ്ങളാണ്. കണ്ടേ, ഇവിടെയൊക്കെ ഈപ്പൊക്കെ മലയാണ്. എൻ്റെ പകുതി ഭാഗം ചവിട്ടി നടന്ന് പോകണം. ഇവിടെയൊക്കെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വറ്റിപ്പോയി. പിന്നെ വേറെന്തൊക്കെയാ, ആ പെരയിടത്തിൽ പോണത് പിന്നെയും കാടില്ല. ഇത് അതായത് വാടക വീട്ടിൽ പോകാനേ ഇത് ഭയങ്കര, ഇവിടെ ഒരു കുളമാണ്, ഈ കുളമൊക്കെ പറ്റിപ്പോയി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ചെല്ലുമ്പം തന്നെ വിശപ്പൊക്കെ തണുക്കും. ചെന്ന് ഫ്രഷായി കാലൊക്കെ മൊത്തം ഇരുന്ന് ഇനി അതൊക്കെ വൃത്തിയാക്കണതിന് തന്നെ എത്ര മണിക്കൂർ പിടിക്കുമെന്നറിയാമോ? അള്ളാ. പിന്നെ നിങ്ങളെ സപ്പോർട്ടുണ്ട്. ഇന്നത്തെ അതായത് വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ, എന്താണെന്നറിയില്ല വരുമാനം കിട്ടാത്തത്. പിന്നെ എല്ലാവരെയും പോലെ അല്ലല്ലോ, നമ്മൾ പലരും പല രീതിയിലല്ലേ. എല്ലാവരും ചിലപ്പോൾ ആഡംബരം കാണാം. ഞാൻ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഇതേപോലെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ സ്വയം കണ്ടെത്തണം. ഇത് ശരീരം താങ്ങുന്നില്ല. ഇന്നലത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കിയാണ് എത്ര സ്കെൽറ്റാണ് ഞാനെന്ന്. ഭയങ്കര ക്ഷീണം ശരീരം. എടുത്താൽ നീങ്ങോ. ഇപ്പം ഇത്തിരി നല്ല വഴിയായി. ഇനി അവിടെയുണ്ട് ഇതുപോലെ കാട്. ഇവിടെയൊക്കെ നല്ലതാണ്. പണ്ട് മദ്രസ വിട്ടൊക്കെ ഇതുവഴിയാണ് നമ്മൾ പോണത്. ഉണ്ട് കൂടുതലും ഇവിടെ റബ്ബറാണ് കേട്ടോ. പിന്നെന്താണ്, പുതിയ ജീവിതം, പുതിയ ലൈഫ് അല്ലേ, പുതുവർഷം. അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ. മുള്ളു കയറി കാലിക്കൊണ്ട്. ഇവിടുത്തെ ചിരട്ടയിലൊന്നും ആരും പാലെടുക്കണില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല കുളമൊക്കെയാണ് കേട്ടോ. മഴ 2 മഴ പെയ്താൽ ഇവിടെയൊക്കെ അങ്ങ് വെള്ളമാവും. പിന്നെ ഭയങ്കര സൗണ്ടായിരിക്കും ഈ വെള്ളത്തിൻ്റെ ഊറ്റ്. തൊണ്ടേ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് തോന്നുന്നു. ഇത്രയും നടന്നപ്പോഴേ കാലൊക്കെ ഇനി വൃത്തിയാക്കണമെങ്കിൽ 1 മണിക്കൂർ പിടിക്കും. എന്തിനാണ് അത് ഈ പുല്ലും കാലിൻ്റെയൊക്കെ അവസ്ഥ നോക്ക് നിങ്ങൾ. ഒട്ടുപാല് അല്ലാഹി. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്, വലിയ കുളം. അതിൽ വെള്ളം വറ്റാത്ത കുളമാണ് കേട്ടോ. അടയ്ക്കാൻ മരമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മറ്റേ പാക്കൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ സീസൺ ഉള്ളതുകൊണ്ട് അതിൽ പിടിച്ചിരിക്കുന്നുണ്ട് പാക്ക് ഉണ്ട്. ഇവിടെ ഒരു ചിറ പോലൊരു സ്ഥലമുണ്ട്. ഇവിടെ വെള്ളം വറ്റൂല, ഒരിക്കലും വറ്റൂല. തീരെ ഇത് വന്നാലും പറ്റില്ല. പിന്നെ അവിടെ ഉണ്ട് ഒരെണ്ണം ചെറുത്. ഇവിടെ അടയ്ക്കാൻ മരം, ഈ വയൽ ഭാഗമാണ് കേട്ടോ. ഇവിടെയൊന്നും ആർക്കും കൃഷി ചെയ്യാനൊന്നും വയ്യ. നല്ല കിളികളെയൊക്കെ സൗണ്ട് കേൾക്കാം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഉമ്മ റബ്ബർ വെട്ടുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. പിന്നെന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നാട്ടിൻപുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ നിങ്ങൾക്ക്. ഇവിടെ ഉണ്ടൊരു കുളം. പിള്ളേരൊക്കെ മുമ്പ് മീൻ പിടിക്കുമായിരുന്നു. കണ്ട, മുമ്പ് മീൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ റബ്ബറിൻ്റെ ഇലയും കാര്യങ്ങളും. പണ്ട് ഇവിടെയൊക്കെ കുളിക്കുമായിരുന്നു ആൾക്കാർ. ഇപ്പോൾ കുളിയൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ സംസാര ശൈലിയാണ്, ഒരേ ജില്ലയ്ക്ക് ഒരേ സംസാരമല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം. അങ്ങെത്തുമെന്തോ. അതിന് മുമ്പ് ചിലപ്പോൾ നെറ്റ് തീരും വീഡിയോ ഇടുമ്പോഴേ. അവിടെ ഒരു പാള കിടപ്പുണ്ട്. ഞാൻ മക്കൾക്ക് പണ്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അവർക്ക് പാള എന്തെന്നാ, അടയ്ക്കാമരം എന്തെന്നാ, അവർക്ക് അതൊന്നും അറിയില്ല. പിന്നെ ഞാൻ എല്ലാം വയലുവാരമൊക്കെ നടന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. പണ്ടൊക്കെ ഞാൻ വയലിൽ കൊണ്ടുവരുമായിരുന്നു, ഞാൻ ഇക്കായി മക്കൾ. ഞാൻ ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. അവിടെ വെച്ചിട്ടാണ് മിർസൽ മോന് ജന്മം നൽകുന്നത്. ആ വീട് ഇൻഷാ അള്ളാ ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം. ആ വീട്ടിൻ്റെ അതിലേക്കൂടെയാണ് പോണത്. ഒരുപാട് നടക്കാനുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ നടത്തേയുണ്ട് ഒരു സൈഡ്. സ്പീഡപ്പാണ് നടക്കണത്. പിന്നെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, എടുക്കാനൊന്നും പറ്റണില്ല. ആരാണെന്നൊന്നും എനിക്കറിയില്ല. ചിലവർ വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കും. ചിലവർ കുറേ മെസ്സേജ് അയച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ സോറി എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യും. അതൊന്നും എനിക്ക് വിഷയമില്ല. വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ നല്ല മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്.
ഇത്താമാരൊക്കെയാണ് എന്നെ കൂടുതലും വിളിക്കുന്നതും സപ്പോർട്ട് ചെയ്യണേക്കെ. ഉമ്മ വെട്ടണ റബ്ബർ അതാണ് അങ്ങ് ഉള്ളിൽ, അവിടെയാണ് ഉമ്മ വെട്ടുന്നത്. ഇവിടെയൊക്കെ വെള്ളങ്ങളൊക്കെ ഉണ്ട്, വയലാണ്. അത് വയലും ഇത് കരയും. ഈ കരയിൽ നിന്ന് പിന്നെ അങ്ങ് പുന്നോട് പള്ളിയുടെ അവിടെ എത്തും. പിന്നെന്താ, ഇതൊക്കെയാണ് ഇപ്പോൾ വഴി. ഞാൻ നടന്ന് കുറച്ച് ദിവസം കൊണ്ട് നടന്ന് വഴിയായി. നമുക്ക് കണ്ട കട്ടുറുമ്പ് കാലി കടിച്ചു മക്കളെ. പാള ഞാൻ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു പാള കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് എടുത്ത് ഇവിടെയാണ് ഉമ്മ വെട്ടുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല, പൊരുത്തം തന്നെ, അവരൊന്നും പറയില്ല. ഓണറേ പാളയൊക്കെ അതെടുത്തിട്ട് കൊണ്ട് കൊടുത്താൽ അവർ വലിച്ച് കളിക്കും. പിന്നെ ജലദോഷവും കാര്യം വൈകിട്ടേ ഇറക്കാൻ പറ്റൂ. കാറ്റ് ചിക്കി അടിക്കുകയാണ് ഇവിടെയൊക്കെ. മരമെല്ലാം മൊട്ടത്തലയായി. ഇവിടെ ഒരു കിണറുണ്ട്. ഇവിടെ മുമ്പൊരു വീടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ കിണറാണ്. പിന്നെ നമ്മളെ ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ. ഇതൊക്കെയാണ് ചെറിയ വിശേഷങ്ങൾ. ഇത് അപ്ലോഡ് ചെയ്യാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. കണ്ട പാള സുന്നത്ത് ചെയ്ത മോനെ ഇരുത്താൻ പറ്റൂല. മസ്റുമോളെ മുത്തുമോനെയൊക്കെ ഇരുത്തിയിട്ട് വലിക്കുക. ഇവിടെയൊക്കെ ഉണ്ട്, കാരണം അടയ്ക്ക മരങ്ങളുണ്ട്. ഇപ്പോൾ അടയ്ക്കയുടെ സീസണാണ് തോന്നുന്നു. ഇവിടെ കണ്ട കാട് പോലെ ഉണ്ടോ, വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ടാണ്. ഭയങ്കര പന്നീര് ശല്യമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളെ ജീവിതത്തിൽ. എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീക്കുക, എല്ലാ കാര്യങ്ങളും ഒതുക്കുക, ജോലിക്ക് പോവുക, 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം റെസ്റ്റ്. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചാലും മതി. ഗൾഫിലുള്ള പ്രവാസികളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഒന്ന് സ്കിപ്പാക്കാതെ കാണണേ. വരുമാനം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഞാൻ കളയും. എല്ലാവരും വരുമാനം കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് ഇതുവരെ പഠിച്ച സത്യം ഒരു വരുമാനവും കിട്ടിയില്ല. പിന്നെ അൽഹംദുലില്ലാഹ് ഇപ്പോഴും ഇവിടം വരെ എത്തിയതിന് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. പിന്നെ ഒരുത്ത പറഞ്ഞു ജസാക്കല്ലാഹ് ഖൈർ, ആരെന്ത് തന്നാലും അതൊക്കെ നിങ്ങളെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ രാത്രിയൊക്കെ ആയാൽ എന്തൊരു കയ്യും കാലും കിഴപ്പാണ് ഉടച്ചനെന്ന് അറിയാമോ. ഈ RCMൻ്റെ വുമൺസ് ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കണം, അപ്പോൾ ഒരു ഉഷാറ് കാണും. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് നടന്നെത്തുന്നതിനും വേണം ഒരേ ആരോഗ്യം. അപ്പോൾ ശരി, വയലും കാര്യങ്ങളും തോടും ഇവിടെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലൊന്ന് മാക്സിമം കാണണം, സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.